ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുലുവൻ ചിമ്മു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹൽദി വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ കരുതുന്നുണ്ടാവും ഇത് ആരെ ഹൽദി വീഡിയോ ആണെന്ന്. വേറെ ആരെയല്ല, കുട്ടേട്ടൻ്റെ മാമൻ്റെ മോളുടെ ഹൽദി വീഡിയോ ആണിത്. അപ്പോൾ ഇത് ഈ ഫംഗ്ഷൻ നടക്കുന്നത് നമ്മുടെ തലശ്ശേരിയിലുള്ള പേൾ വ്യൂ ഹോട്ടലിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇതാ കയറുമ്പോൾ തന്നെ നമുക്ക് കുറേ കുപ്പികൾ സെറ്റ് ചെയ്തിട്ടാണ് കാണാൻ പറ്റുന്നത്. നല്ല ഭംഗിയിൽ ഫുൾ കളർഫുൾ ആയിട്ടുള്ള കുപ്പികളെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം എല്ലാവരും ഇതാ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. ഇത് കുട്ടേച്ചൻ്റെ ചേച്ചിയുടെ മോളാണ് തക്കുടു, ഇഷാനി എന്ന പേര്, നമ്മൾ തക്കുടു എന്നാണ് വിളിക്കുക. ഇത് കുട്ടേട്ടൻ്റെ ചേച്ചിമാരും മക്കളൊക്കെയാണ്. അപ്പം ഫുൾ മഞ്ഞ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും യെല്ലോ ഡ്രസ്സ് തന്നെയാണ് വെയർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ മൊത്തത്തിൽ എല്ലാവരും മഞ്ഞയായിട്ട് വരുമ്പം വേറെ തന്നെ ഒരു ഭംഗിയായിരിക്കുമല്ലോ. അപ്പോൾ ഞാനൊന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ ഇത് നമ്മുടെ പ്രോഗ്രാം ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. ബ്രൈഡിനെയും ഗ്രൂമിനെയും വെൽക്കം ചെയ്യുന്ന ചടങ്ങാണ് ഇനി കാണാൻ പോകുന്നത്. അപ്പം ഒരു വെൽക്കമിങ് ഡാൻസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും, ഐശ്വര്യ ആൻഡ് ശരത്. അപ്പം നമ്മൾ പെണ്ണിൻ്റെ ആൾക്കാരാണ്. അപ്പം നല്ല അടിപൊളി ഡാൻസൊക്കെ കളിച്ചിട്ടാണ് അവർ സ്റ്റേജിലോട്ടേക്ക് വെൽക്കം ചെയ്യുന്നത്. ഫൈനലി ഐഷു ശരത്ത് സ്റ്റേജിലോട്ടേക്ക് എൻ്റർ ചെയ്തു. അപ്പം എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ വെൽക്കമിങ് ഡാൻസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നേ. അപ്പം ഇനിയുള്ള പ്രോഗ്രാം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാ ചടങ്ങുകൾ ഓരോന്നോരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ആദ്യം എന്താണെന്ന് വെച്ചാൽ ശരത്തിൻ്റെ സിസ്റ്റർ ഐച്ചുവിന് പുടവ കൊടുക്കുന്ന ചടങ്ങാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. സാധാരണ കല്യാണ ദിവസങ്ങളാണ് പുടവ കൊടുക്കുന്ന ചടങ്ങ് നോർമലി കാണാറ്. പക്ഷേ ഇന്നിപ്പോൾ ഹൽദി സെറിമണിയിലാണ് പുടവ കൈമാറുന്നത്. അപ്പം ആ പുടവ സെറ്റ് ചെയ്തത് കാണാനും അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ന്യൂജൻ പുടവ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. അങ്ങനെ ആ ഒരു ചടങ്ങും കഴിഞ്ഞു. ഇനിയിപ്പം ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഇതാണ് കുട്ടൻ്റെ മാമൻ, മാമി, മാമൻ്റെ മൂത്ത മോള് അമ്മു, ഹസ്ബൻഡ് സഫല്. അപ്പോൾ അങ്ങനെ ഇതാ രണ്ടുപേരുടെയും പേരൻസിൻ്റെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇനിയുള്ളത് എന്ന് വെച്ചാൽ മഞ്ഞൾ ഫേസിലും കയ്യിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ചടങ്ങാണ്. അപ്പം ഇത് ആദ്യം കുട്ടേട്ടൻ്റെ അമ്മയാണ് ചെയ്യുന്നത്. ഇതാണ് കുട്ടേട്ടൻ്റെ അമ്മ. നമുക്ക് നോക്കാം ചടങ്ങുകൾ എങ്ങനെയൊക്കെയാണെന്നുള്ളത്.
അങ്ങനെയും ഏകദേശം മഞ്ഞൾ പുരട്ടുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഇതാ ഇവിടുന്ന് സ്റ്റാർട്ടർ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ പോയിട്ട് സ്റ്റാർട്ടറൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളതുകൊണ്ട് ചേച്ചിമാരൊക്കെ പോസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കുട്ടിയുടെ മൂത്ത ചേച്ചിയാണ് നേരത്തെ കണ്ടത്. ഇത് രണ്ടാമത്തെ ചേച്ചി. ഇവരൊക്കെ ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പം കല്യാണത്തിനായിട്ട് വന്നതാണ്. അപ്പം മൊത്തത്തിലുള്ള പരിപാടി അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഈവൻറ്റ് മാനേജ്മെൻറ്റ് കണ്ണൂരിലെ മാലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീമായിരുന്നു. എല്ലാം നല്ല രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിടിലം തന്നെ പറയാം, അടിപൊളിയായിരുന്നു. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ ആ സെറ്റിങ്സൊക്കെ. അങ്ങനെ ഇത് മഞ്ഞൾ അഭിഷേകമൊക്കെ കഴിഞ്ഞ് അവസാനം കൊട്ടിക്കലാശം എന്ന് വേണ്ടിയൊക്കെ പറയാം. കുറേ പൂവും വെള്ളമൊക്കെ അവരെ തലയിൽ അങ്ങനെ അങ്ങ് ചൊരിഞ്ഞ് അവരെ അങ്ങ് വെള്ളത്തിലങ്ങ് കുളിപ്പിച്ചു തന്നെ വേണ്ടിയൊക്കെ പറയാം. നല്ല രസമായിരുന്നു, അടിപൊളി ചടങ്ങ് വേണ്ടിയൊക്കെ പറയാം നമുക്ക്. അടിപൊളിയായിരുന്നു. അതിനുശേഷം ഇതാ അപ്പോൾ പ്രധാന ചടങ്ങൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം ഉള്ളത് നമുക്ക് രണ്ട് കോമ്പറ്റീഷനാണ്. അതായത് ശരത്തിൻ്റെ ഐഷുവിൻ്റെ വീട്ടുകാർ തമ്മിലുള്ള കോമ്പറ്റീഷൻ. ആര് ജയിക്കും നമുക്ക് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി അതിൻ്റെ തൊട്ടടുത്തൊരു ചെറിയ സ്പേസ് ഉണ്ടായിരുന്നു. അപ്പം എല്ലാവരും അവിടത്തോട്ടേക്ക് മാറി. ഒരു സെക്ഷനിൽ ഐഷുവിൻ്റെ പേരൻസും ഒരു സെക്ഷനിൽ ശരത്തിൻ്റെ പേരൻസായിട്ടാണ് നിന്നിരുന്നത്. അപ്പോൾ ആദ്യം ലെമൺ റൈസ് ആയിരുന്നു. ആദ്യം ശരത്തിൻ്റെ വീട്ടുകാരാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിപ്പം നടക്കാൻ വന്നത് ഐഷുവിൻ്റെ വീട്ടുകാരുടെ കോമ്പറ്റീഷനാണ്. അപ്പം അതിൽ ഞാനും ചേച്ചിമാരും മാളൂട്ടിയും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ലെമൺ റൈസ് ഒക്കെ ചെയ്തിട്ട് ഒരുപാട് നാളായി. അപ്പം ജയിക്കുന്നൊന്നും കരുതേ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഫസ്റ്റ് ജയിച്ചത് ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ അതിനുശേഷം ഫൈനൽ കോമ്പറ്റീഷൻ എന്ന രീതിയിൽ ഐഷുവിൻ്റെ വീട്ടുകാരായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ തുടക്കത്തിൽ തന്നെ പാൻറ് ജസ്റ്റ് സ്ലിപ്പായതുകൊണ്ട് തന്നെ ഞാൻ തുടക്കത്തിൽ തന്നെ ഔട്ടായി. അതുപോലെ തന്നെ മാളൂട്ടിയും എന്തോ ഇതുകൊണ്ട് ഔട്ടായിപ്പോയി. അപ്പം ശരത്തിൻ്റെ വീട്ടുകാരാണ് ജയിച്ചത്. കപ്പ് അവർ കൊണ്ടുപോയി. പക്ഷെ നല്ല ഫണ്ണായിരുന്നേ. അവരെ ആൾക്കാരും നമ്മളെ ആൾക്കാരും നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ അവരുടെ ആൾക്കാരാണ് ജയിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. എൻട്രൻസിൽ തന്നെ കുറേ കുപ്പികൾ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ വീഡിയോയുടെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാവരും അവിടെ പോയിട്ട് കുപ്പിവളക അവരവർക്ക് ഇഷ്ടമുള്ള കുപ്പിവള എടുത്തിട്ട് കയ്യിലൊക്കെ ഇടാൻ തുടങ്ങി. അപ്പോൾ കുപ്പിവള പണ്ടേ ഒരു വീക്ക്നെസ്സാണ്. ഞാനങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിലും വേറെ ആളെ കയ്യിലിട്ടിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം നല്ല കളർഫുൾ വളയായിരുന്നു. അപ്പോൾ ചേച്ചിമാരും അവിടെയുള്ള എല്ലാ ആൾക്കാരും കുറേ വളയൊക്കെ ഇട്ടു. നമ്മൾ കുറേ അവിടുന്ന് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു 9 മണിയായിട്ടുണ്ട്. നല്ല വിശപ്പുണ്ട്. അപ്പോൾ വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ചെന്നു. അപ്പം എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ട്. നൂഡിൽസ്, പാസ്ത, പൊറോട്ട, അപ്പം, ഇടിയപ്പം, ഗോബി മഞ്ചൂരിയൻ, ചിക്കൻ ഫ്രൈ, ലോലിപോപ്പ്, അങ്ങനെ പലതരത്തിലുള്ള ഫുഡ് ഉണ്ടായിരുന്നേ. അപ്പം ഞാനിതാ ഒരു പൊറോട്ട, കുറേ ബിരിയാണി, അതുപോലെ തന്നെ ചിക്കൻ ഡ്രൈ എല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡിൻ്റെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആണ്. ഞാൻ നന്നായിട്ട് കഴിക്കുകയും ചെയ്തു. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ മനസ്സും നിറഞ്ഞു വയറും നിറഞ്ഞു എന്ന് പറയാം. അപ്പോൾ ഇന്നത്തെ ഫംഗ്ഷൻ നമ്മൾ നന്നായി അടിച്ചു പൊളിച്ചു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.